പ്രശ്നം ഇപ്പോഴും ഈ അസഹിഷ്ണുത ഇവർക്ക് അങ്ങ് സഹിക്കാൻ പറ്റാത്ത എതിര് വർത്തമാനം സഹിക്കാൻ പറ്റില്ല. എതിര് വർത്തമാനം പറയുന്നവൻ്റെ മരണം, കൊല, ആക്രമണം, ഇത് തന്നെയാണ് ആ ശൈലി. അതാണ് അനിൽകുമാർ പറഞ്ഞ വളരെ ഒട്ടും പുരോഗമിച്ചിട്ടില്ലല്ലോ എന്ന്. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നേരത്തെ ഇദ്ദേഹം പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതാണ് അനിൽകുമാറിൻ്റെ സ്ഥിതിയെങ്കിൽ പുസ്തകം എഴുതിയ കുഞ്ഞികൃഷ്ണൻ്റെ സ്ഥിതി എന്താവും എന്നുള്ളത് വളരെ ക്ലിയറാണ്. പയ്യന്നൂർ പോലെ സ്ഥലത്ത്. പക്ഷേ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോഴും പാർട്ടിക്കകത്ത് സാധാരണ പ്രവർത്തകരിൽ നല്ലൊരു പങ്ക് കുഞ്ഞികൃഷ്ണനോട് മാനസികമായി ശരിയാന്ന് പറയുന്നവരുണ്ട്. കാരണം ഇതിൽ ചതി നടന്നിട്ടുണ്ട്, തട്ടിപ്പ് നടന്നിട്ടുണ്ട്, രക്തസാക്ഷി ഫണ്ട്, കെട്ടിട നിർമ്മാണ ഫണ്ട് കൊള്ളയടിച്ചിട്ടുണ്ട് എന്ന് സാധാരണ മനുഷ്യർക്ക് പോലും അറിയാം. അവിടുത്തെ എല്ലാവർക്കും അറിയാം. പിന്നെ പാർട്ടി പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഗർഭമുള്ളവർ ഗർഭമില്ല എന്ന് പറയും, രാത്രി പകലാന്ന് പറയും, പകൽ രാത്രിയാന്ന് പറയും, ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ കുഞ്ഞികൃഷ്ണൻ ഭയപ്പെടണം. ഒരർത്ഥത്തിൽ ഭയപ്പെടണം, ഒരർത്ഥത്തിൽ ധൈര്യമുണ്ട്. കാരണം പാർട്ടി സാധാരണ സഖാക്കൾ. പക്ഷെ ഇവരുടെ ഒരു രീതി എന്താ വെച്ചാൽ നാട്ടിലുള്ള സഖാക്കളല്ല ആക്രമണത്തിന് വരിക. നാട്ടിലൊരു സഖാവ് കാണിച്ചു കൊടുക്കാനുണ്ട്. ഇപ്പോൾ TP കൊന്ന ആളുകൾക്ക് ആർക്കും TP മുമ്പ് കണ്ട് പരിചയം തന്നെയില്ല. TP ആയിട്ട് ഒരു ബന്ധവും അവർക്കില്ല. വേറെ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ടാണ് ഇത്തരം ഓപ്പറേഷൻ ചെയ്യുക. അപ്പോൾ അത് സംഭവിക്കാം, അങ്ങനൊരു സംഭവം. പക്ഷേ കുഞ്ഞികൃഷ്ണൻ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു സ്ഥാനാർത്ഥി ആയിക്കൂടായില്ല. അത് ജയിക്കാനോ തോൽക്കാനോ ഒന്നുമല്ല, ജീവരക്ഷയ്ക്കാണ്. ജീവരക്ഷയ്ക്ക് അങ്ങനെ ഒരു കളി ചെയ്യാറ്. ഇപ്പോൾ കണ്ണൂർ പണ്ട് കേട്ടിട്ടുണ്ട്, അടിയുണ്ടാകുമ്പോൾ CPM-കാർ കോൺഗ്രസ്സുകാർ തല്ലിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഉടനെ RSS ആവും. കാരണം അവർക്കൊരു പ്രൊട്ടക്ഷൻ, കോൺഗ്രസ്സുകാർക്ക് തല്ലും പിടിയൊന്നും ചെയ്യാൻ അത്രയൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർ RSS ആവും. അങ്ങനെ ഒരുപാട് RSS-കാരെ CPM-ഓട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പലരും ഇപ്പം രമേശനടക്കം നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ RSS ആവാൻ പറ്റില്ല. ഇയാൾക്ക് ഇപ്പോൾ ഒരു പക്ഷേ UDF സ്വതന്ത്രനായി അയാൾ മത്സരിക്കുക, UDF പിന്തുണയ്ക്കുക. ഇപ്പോൾ മലമ്പുഴയിൽ സുരേഷിന് കൊടുക്കുന്ന പിന്തുണ പോലെ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ നിന്നാലൊരു ഗുണം, തെരഞ്ഞെടുപ്പ് കഴിയുന്നവരായിട്ട് നേരെ ആരും വരില്ല. അക്കാര്യം ഉറപ്പ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അത് അപ്പം ആലോചിക്കാം. മാത്രമല്ല, സ്ഥാനാർത്ഥിയെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനുള്ള, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആയിരുന്ന ആളെ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട സംഗതിയായിരിക്കും. അതുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥി ആവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് കുഞ്ഞികൃഷ്ണൻ്റെ അധികാരമോഹം കൊണ്ടല്ല, ജീവനുള്ള കൊതിയുണ്ടല്ലോ മനുഷ്യർക്ക്. അധികാരത്തിനോടൊന്നും അദ്ദേഹത്തിന് കൊതിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.